ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തൻ്റെ ഏറ്റവും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി, സൈനിക ഉദ്യോഗസ്ഥരുമായി ചില നിർണായകമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് തന്നെ കാണുന്നുണ്ട്. അതൊരു അടിയന്തര യോഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇറാനിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്താനിരുന്ന അമേരിക്കൻ നയതന്ത്രപരമായിട്ടുള്ളൊരു നീക്കം ചർച്ച പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുകയുമാണ് എന്ന വിവരവും കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല, അതോടൊപ്പം ചേർത്ത് വായിക്കാൻ വേണ്ടി ട്രംപ് പ്രതിഷേധക്കാരോട് പറഞ്ഞിരിക്കുന്നത്, ഇറാനിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രതിഷേധം തുടരൂ, നിങ്ങൾക്ക് വേണ്ട ഒരു സഹായം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഹെൽപ്പ് ഈസ് ഓൺ ദി വേ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് 100% പിടികിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നു നിർണായകമായിട്ട് എന്ന തരത്തിലൊരു മുന്നറിയിപ്പ് പോലെ, ചിലർക്കൊക്കെ ഒരു സൂചന പോലെ ട്രംപ് നൽകിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇത് കേട്ടപാടെ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എന്ത് നീക്കം നടത്തിയാലും അതിനെ തങ്ങൾ ശക്തമായി നേരിടുമെന്നും ആ നേരിടുന്ന രീതി മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകം മുഴുവനും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് ഗൗരവത്തിലുള്ളതായിരിക്കുമെന്നും റഷ്യ പ്രതികരിച്ചിരിക്കുകയാണ്. റഷ്യ ഇങ്ങനെ പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 25% എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വരും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഒന്ന്. രണ്ടാമത്തേത്, ഹെൽപ്പ് ഈസ് ഓൺ ദി വേ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇറാനിൽ പ്രതിഷേധം നടത്തുന്ന ആളുകളെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്നും അടിയന്തരമായി തന്നെ ചില സഹായങ്ങൾ വരുന്നുണ്ടെന്നും നിങ്ങൾ പ്രതിഷേധം തുടരൂ എന്ന ആഹ്വാനം കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇറാനെ ചുറ്റിപ്പറ്റി ഒരു പുതിയ ധ്രുവീകരണം ഇതാ ഒരു പഴയ ശീതസമരത്തിൻ്റെ മാതൃകയിൽ ഉണ്ടായി വന്നിരിക്കുന്നു. അതൊരു സൈനിക നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് ലോകം നോക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയും നോക്കിയിരിക്കുകയാണ്. ഇതിനിടെ ഖേദകരമായ കാര്യം, ഇറാനിൽ 2000-ലധികം ആളുകൾക്ക് ജീവഹാനി എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് 2000 6000 12,000 എന്നിങ്ങനെയുള്ള അനൗദ്യോഗിക കണക്കുകളും വരികയാണ്. കാരണം കൃത്യമായൊരു വിവരം ഇറാനിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് കിട്ടില്ല. അത് ഒരുപാട് സെൻസറിങ്ങിന് വിധേയമാകും. ഭരണാധികാരികൾ പറയുന്നതൊന്ന്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കമ്മിറ്റികൾ പറയുന്നത് വേറൊന്ന്, അതല്ല നാടൻ റിപ്പോർട്ടുകൾ വേറൊന്ന് എന്ന രൂപത്തിൽ പോകുന്നൊരു പൊതുവെയുള്ളൊരു സിസ്റ്റമാണല്ലോ ഇറാനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഏതായാലും കറൻസിയുടെ ഡീവാല്യുവേഷൻ, അവിടെ മൂല്യ തകർച്ച അതിശക്തമാണ്. $1 14 ലക്ഷം റിയാൽ എന്ന രൂപത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇറാനിലെ കറൻസി. ഭാവിയിൽ എന്താകും ഈ കറൻസി? അടുത്ത തലമുറ തങ്ങളുടെ കറൻസിയെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന രൂപത്തിൽ വരെ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. 2025 എന്ന ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ കറൻസിയുടെ കാര്യത്തിൽ ഏതാണ്ട് 50% ഡീവാല്യുവേഷൻ ഇറാനിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. 45% തകർച്ച എന്നും റിപ്പോർട്ടുകൾ വരികയാണ്. ഏതായാലും സമാധാനം പരിപാലിക്കാൻ വേണ്ടിയുള്ള, പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള അവസാനവട്ട ചർച്ചയും ഇനിയില്ല എന്ന മറ്റുള്ള പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ മേഖല ഇന്ന് രാത്രി അശാന്തമാവുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.